ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റായിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ്. നിലവിൽ എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടി കഴിയുമ്പോഴത്തേക്കും കാർബറേറ്ററിൻ്റെ അടിയിൽ കിടന്ന് താഴേക്ക് പെട്രോൾ ഓർഫായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗമൊക്കെ ദ്രവിച്ച പോലെ ഇരിക്കുകയാണ് കേട്ടോ. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ കാർബണിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു പൗഡർ കണക്ക് മൊത്തം പൊടിഞ്ഞു വരാതുണ്ട്, വെള്ളപ്പൊടി വരെ. അപ്പോൾ അത് ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് അടയണ ഭാഗത്തും അതേപോലെ തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലീൻ ചെയ്തിട്ടാലും കാര്യമൊന്നുമില്ല. കാരണം ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ടിട്ടും പ്രത്യേകിച്ച് ഉപകാരമുണ്ടെന്ന് തോന്നില്ല. കാർബറേറ്റർ അസംബ്ലി അടക്കം മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. ഏകദേശം 3000 രൂപ താഴെ വരുന്നുണ്ട്, 2800 അടുത്തൊക്കെ വരും കാർബറേറ്റർ അസംബ്ലി. പിന്നെ കാർബറേറ്റർ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. ഇതിരിക്കുന്ന പൈപ്പ് ടാപ്പ്, അതായത് പെട്രോൾ ടാപ്പാണത്. അത് ചില സമയങ്ങളിൽ പെട്രോൾ കട്ടാവുന്നില്ല, ഫുൾ ടൈം വന്നിരിക്കുക. അപ്പം അങ്ങനെ വരുന്നതും ഒരു കംപ്ലയിൻ്റാണ്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി മാറ്റണം. അതേപോലെ ഈ പെട്രോൾ ടാപ്പും അതിൻ്റെ 2 പൈപ്പുകളും മാറ്റിയിട്ടാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.